എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ സൈൻ വേവ് ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറെ കുറിച്ചാണ്. അതായത് നമ്മളിവിടെ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ് വൈൻഡ് ചെയ്ത് മുഴുവനായിട്ടും ഉണ്ടാക്കി കാണിക്കുന്നത്. നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1 kVയുടെ ഒരു ഔട്ട്പുട്ട് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതിനുപയോഗിക്കുന്ന കോർ നമ്പർ 16 ആണ്. ബോബിൻ സൈസ് 3.5 ഇഞ്ചാണ്. അപ്പോൾ കോർ ഏരിയ അതിനനുസരിച്ച് മാറ്റം വരുന്നു. അപ്പോൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ 16ൽ 3.5 ഇഞ്ച്. ഇതിൽ കൊടുക്കാവുന്ന ലോഡ് 800 വാട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ 1000 VAയുടെ ട്രാൻസ്ഫോമർ വാങ്ങുമ്പോഴും ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമർ നിർമ്മിക്കുമ്പോഴും ഇല്ലെങ്കിൽ ഉണ്ടാക്കിക്കുമ്പോഴും അതിൻ്റെ ലോഡ് കൃത്യമായിട്ട് പറഞ്ഞ് ചെയ്യിക്കുക. നമുക്ക് ആവശ്യമായ ലോഡ് 800 വാട്ട്സ് ആണ്. അതിൽ ലഭിക്കേണ്ട വോൾട്ട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുക. പൊതുവെ സൈൻ വേവ് ഇൻവെർട്ടറിന്റെ ട്രാൻസ്ഫോമർ ചെയ്യുന്നത് പ്രത്യേക ഒരു ഡിസൈനിലാണ് ചെയ്യുന്ന ആളുകളും കുറവാണ്. എല്ലാവരും സൈൻ വേവ് ഇൻവെർട്ടറിന്റെ ട്രാൻസ്ഫോമർ ചെയ്യുന്നില്ല. ഇതിന്റെ വിദഗ്ധരായ കുറേ ആൾക്കാരാണ് ഇതിൽ ചെയ്യുന്നത്. അതായത് ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന ആളുകൾ കുറച്ച് ഇതിലോട്ട് തിരിഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 12 വോൾട്ടിൽ അതായത് ഒരു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടറുകളാണ് 500 വാട്ട്സ് അല്ലെങ്കിൽ 800 വാട്ട്സ് അല്ലെങ്കിൽ 1000 വാട്ട്. അപ്പോൾ ഇതിന് താഴ്ത്തോട്ടും ഉണ്ട് 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന. അപ്പോൾ പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റേഞ്ചാണ് 500 വാട്ട്സ്. അതായത് ചെറിയ ലോഡ് കൊടുക്കാവുന്നതിന് 500 വാട്ട്. അപ്പോൾ സാധാരണ സൈൻ വേവ് ഇൻവെർട്ടറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 300 വാട്ട്സിലാണ്. 300 വാട്ട്സ് കൊടുക്കാവുന്ന ഒരു നാനോ ബോർഡ് ആയിരിക്കുള്ളൂ. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് 500 വാട്ട്സ് ആണ്. 500 വാട്ട്സിൻ്റെ തൊട്ട് മുകളിലുള്ളത് 800 വാട്ട്സ്. അതിൻ്റെ മുകളിൽ വരുന്നത് 1000 വാട്ട്. ഇതാണ് 12 വോൾട്ട് ബാറ്ററിയിൽ കൊടുക്കാവുന്ന മാക്സിമം ലോഡ്. അപ്പോൾ ഇതിൽ കൊടുക്കാവുന്ന ട്രാൻസ്ഫോമറിൻ്റെ ഡിസൈൻ അതിൻ്റെ ഒറിജിനൽ ഫോർമുല അനുസരിച്ചാണ് നമ്മളിവിടെ ഈ ഒരു ട്രാൻസ്ഫോമർ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പല ട്രാൻസ്ഫോമറിലും ചിലപ്പോൾ ഈ ഒരു കാറ്റഗറി ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കണമെന്നില്ല. കാരണം കോപ്പറിൻ്റെയൊക്കെ വില കൂടിയതുകൊണ്ടും കോറിൻ്റെയും വില കൂടിയതുകൊണ്ടും അതിനനുസരിച്ച് മാർക്കറ്റ് വില പിടിച്ചു നിർത്താൻ വേണ്ടിയായിരിക്കും ട്രാൻസ്ഫോമർ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ചുരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ തെറ്റ് പറയാനില്ല. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്താണ്, ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫോമർ ചെയ്യുക. ഇല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന കടകളിൽ നിന്നും ആ ട്രാൻസ്ഫോമർ വാങ്ങുക. നമ്മളിതിൻ്റെ വില കുറച്ച് അല്ലെങ്കിൽ പരമാവധി എത്ര വിലക്ക് കിട്ടും എന്ന് ചോദിച്ച് വാങ്ങുന്ന ട്രാൻസ്ഫോമറൊക്കെ അതിൻ്റെ ശരിക്കുള്ള എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ കാണുന്ന ബോബനിലാണ് നമ്മൾ 16ൽ 3.5 ഇഞ്ചിൻ്റെ ട്രാൻസ്ഫോമർ നിർമ്മിക്കാൻ പോകുന്നത്. നിങ്ങൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കോർ നമ്പർ 16 എഴുതിയിട്ടുണ്ട്. ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3.5. നമുക്കപ്പോൾ ഇത് ടേപ്പ് വെച്ചൊന്ന് മെഷർ ചെയ്യാം. ഇവിടെ 3.5 അതായത് 3.5 ഇഞ്ചാണ് ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം പറയുന്നത്. കോർ ഇടുന്ന നീളമാണ് ഇതിൻ്റെ വലിപ്പം പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തിക്നെസ് ഒന്ന് നോക്കാം. 1.5 ഇഞ്ചാണ് ഇതിൻ്റെ തിക്നെസ് വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് വൈൻഡിങ് ആയതുകൊണ്ട് 2 സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത്. ഒരു സ്റ്റെപ്പിൽ പ്രൈമറിയും അടുത്ത സ്റ്റെപ്പിൽ സെക്കൻഡറിയും. അങ്ങനെയാണ് നമ്മളിവിടെ വൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് കാണിച്ച ട്രാൻസ്ഫോമറെല്ലാം വൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ വൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലിടുന്ന കോറൊന്ന് നോക്കാം. ഇതാണ് ഇതിലിടുന്ന കോറ് ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്. ഇത്തരം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കോറ് 3.5 ഇഞ്ചിലെത്തും. അപ്പോൾ നമുക്ക് ഈ കോറിൻ്റെ വലിപ്പം ഒന്ന് ആദ്യം നോക്കാം. 4.5 ഇഞ്ചാണ് കോറിൻ്റെ ഇങ്ങനെ വരുന്ന നീളം. ഇതിൻ്റെ പൊക്കം ഇങ്ങനെയാണ് വരുന്നത് 3 ഇഞ്ചാണ്. കോറുകൾ പല ടൈപ്പ് ഉണ്ട്. ഗോൾഡൻ കളറുള്ള കോറുകളുണ്ട്. ഇതേപോലെ ഫിനിഷിംഗ് ആയിട്ടുള്ള പ്ലേറ്റഡ് ആയിട്ടുള്ള കോറുകളുണ്ട്. നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ പോകുന്ന കോറ് ഇതാണ്. അപ്പോൾ ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ആവശ്യത്തിലും കുറച്ച് കൂടുതൽ വേണം കരുതാൻ. അതായത് 3 ഇഞ്ചിലും കുറച്ച് കൂടുതൽ വേണം കരുതാൻ. എന്നാലേ നിങ്ങൾക്കിത് ഫില്ല് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഐ കോറ്. അപ്പോൾ ഈ ഐ കോറും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഐ കോറ് പല വിധത്തിലുള്ള ഇതേപോലെ ഫിനിഷിംഗ് പ്ലേറ്റിങ്ങിലുള്ള കോറുകളുണ്ട്. 4.5 ഇഞ്ച് തന്നെ കോറിൻ്റെ വലിപ്പവും. ഇങ്ങനെയുള്ളത് 2 സെൻറ്റിമീറ്ററാണ്.
നമുക്ക് കോറ് ജസ്റ്റ് ഇടുന്നതെന്ന് നോക്കാം. ഒരു കോറ് ഇങ്ങനെ ഫില്ല് ചെയ്താൽ അടുത്ത കോറ് ഇങ്ങനെ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പിലാണ് ഐ കോറ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യം ലെവലായി. അത് നിങ്ങൾക്ക് ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. കോറിടുന്നതൊക്കെ, കോറിട്ട് ഫില്ല് ചെയ്യുന്നതും സ്ക്രൂ ഇടുന്നതൊക്കെ. ഈ കോർ ഇങ്ങനെ ഇട്ടിട്ട് ഇതേപോലുള്ള സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. സൈക്കിൾ സ്ക്രൂ കുറച്ച് നീളമുള്ളത് കരുതുക. 3.5 ഇഞ്ച് കോറാണെങ്കിലും സൈക്കിൾ സ്ക്രൂ വേണ്ടത് 4 ഇഞ്ചെങ്കിലും എടുക്കുക, എന്നാലേ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സൈക്കിൾ സ്ക്രൂ ഇതാണ് വരുന്നത്. കൂടാതെ വരുന്നത് ഇതിന്റെ എൽ ക്ലാമ്പാണ്. ഇത് സി ടൈപ്പ് ക്ലാമ്പാണ്. L, C എന്നീ തരത്തിലുള്ളതുണ്ട്. എല്ലാം ആകുമ്പോൾ ഈ ഒരു പീസ് ഉണ്ടാകില്ല, ജസ്റ്റ് എല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഇത് വൈൻഡ് ചെയ്യുന്നതിനായിട്ട് ഇതിന്റെ രണ്ട് സൈഡിലും ഇതേപോലെ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും സപ്പോർട്ട് കൊടുക്കുന്നത് ഇതേപോലെ കൃത്യമായിട്ട് എന്തെങ്കിലും ചെറിയ പലകയോ അല്ലെങ്കിൽ മൾട്ടിവുഡോ വെച്ചിട്ട് സപ്പോർട്ട് കൊടുത്താൽ മതി. സെൻട്രൽ ബോൾട്ട് ഇട്ടിട്ട് വൈൻഡിങ് മെഷീനിലോട്ട് കണക്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഏത് പാർട്ടിലാണ് ആദ്യം വൈൻഡ് ചെയ്യാൻ പോകുന്നത് അതിന്റെ അടുത്ത പാർട്ടിൽ സെൻട്രൽ പാർട്ടീഷൻ ഇങ്ങനെ ബെൻഡാകാതിരിക്കുവാനായിട്ട് ഇവിടെ വുഡൻ പീസോ ഇല്ലെങ്കിൽ ഇതേപോലെയുള്ള മൾട്ടിവുഡോ വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മളിവിടെ കോപ്പർ വൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങോട്ട് ബൾജ് ചെയ്ത് പുറത്തോട്ട് വീർത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത് സെക്കൻഡറി ചെയ്യുമ്പോൾ അവിടെ കോപ്പർ കൃത്യമായിട്ട് ഇടുവാനായിട്ടുള്ള സ്പേസിൽ വ്യത്യാസം വരും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ വുഡൻ പീസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. കൂടാതെ തന്നെ സെന്റർ ഹോളിൽ ഇതുപോലുള്ള വുഡൻ പീസ് ഇൻസേർട്ട് ചെയ്യുക. അതിന്റെ സെന്ററിൽ വേണം വൈൻഡിങ് മെഷീനിലോട്ട് കടക്കുവാനുള്ള ഹോൾ ഇടുവാനായിട്ട്. ഈ ഒരു പീസ് ഇതേപോലെ ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായി ഇതിന് ശേഷമാണ് ഇതേപോലത്തെ സൈഡ് വാള് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബോബിൻ നല്ല സേഫ് ആണ്. ഒരു കാരണവശാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വളയുവാനോ ഇല്ലെങ്കിൽ ഒടിഞ്ഞു പോകുകയോ ഒന്നും തന്നെ ചെയ്യില്ല. കൃത്യമായിട്ട് തന്നെ ഓരോ സ്റ്റെപ്പിലും വൈൻഡിങ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് തന്നെ ഇടുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ വൈൻഡ് ചെയ്തെടുത്ത 3.5 ഇഞ്ചിന്റെ 16-ൽ 3.5 ഇഞ്ചിന്റെ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് വൈൻഡ് ചെയ്യുന്ന സെക്ഷൻ എല്ലാം നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിനു മുമ്പ് കാണിച്ച സെയിം പ്രോസസ്സൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. വീഡിയോയുടെ ലെങ്ത് കൂടി വളരെയധികം കുറക്കാൻ കഴിയുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. വാർണിഷ് ഒഴിക്കുന്നത് വരെ നമ്മളിത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇതിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ തിയറിറ്റിക്കൽ പ്രകാരമുള്ള കണക്കനുസരിച്ചാണ് ഈ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് 250 വോൾട്ടിലാണ് നമ്മൾ ഇതിൻ്റെ പ്രൈമറി ഇട്ടിരിക്കുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ സെക്കൻഡറിയും വരുന്നത്. സെക്കൻഡറി വരുന്നത് അതിനെ ബേസ് ചെയ്ത് വരുമ്പോൾ 7 അല്ലെങ്കിൽ 6-നും 8-നും ഇടയ്ക്കുള്ള വോൾട്ടിലാണ് സൈൻ വേവ് ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നത്. 250 വോൾട്ടിനെ അപേക്ഷിച്ചായിരിക്കും ഇതിൻ്റെ സെക്കൻഡറിയിൽ വരുന്ന വോൾട്ടേജ്. അതായത് 250 വോൾട്ട് മാക്സിമം ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമറിൽ സംഭവിക്കുന്നത് ബാറ്ററി ചാർജിങ് സെക്ഷനിലൂടെ പോകുമ്പോഴാണ് ഇതിൻ്റെ തിയറിറ്റിക്കൽ പ്രകാരം വോൾട്ടേജ് ഇവിടെ എത്ര ഹൈ ആയി വന്നാലും ബാറ്ററി ചാർജിങ്ങിന് യാതൊരു പ്രോബ്ലം വരാതിരിക്കാനാണ് 250 വോൾട്ടിൽ ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫോമർ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ 230 വോൾട്ടിലും അല്ലെങ്കിൽ 235 വോൾട്ടിലും നിങ്ങൾക്ക് പ്രൈമറി കൊടുക്കുമ്പോൾ സെക്കൻഡറിയിൽ 7.5 ഷാർപ്പായിട്ട് കിട്ടുന്നത് കാണാവുന്നതാണ്. അപ്പോൾ പ്രൈമറിയിൽ വോൾട്ടേജിന്റെ വ്യതിയാനം അനുസരിച്ച് സെക്കൻഡറിയിൽ വോൾട്ടേജിന്റെ വ്യതിയാനം സംഭവിക്കുന്നതാണ്. അതാണ് തിയറിറ്റിക്കൽ പ്രകാരം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് 6 മുതൽ 8 വോൾട്ടിനുള്ളിൽ 1000 VA ഇല്ലെങ്കിൽ 1800 VA 1250 VA മുതൽ താഴ്ത്തോട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. നമുക്ക് ഇതിന്റെ അളവൊന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിന്റെ അളവ് നോക്കുന്നത്. 3.5 ഇഞ്ചാണ് ഇതിന്റെ അളവ്. ഇങ്ങനെയുള്ള അളവ് 4.5 ഇഞ്ച്. ഇത് നമ്മൾ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കോറിന്റെ സൈസ് അറിയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ വാർണിഷ് ഒഴിച്ച് അതിൻ്റെ ഒരു ഗ്ലേസിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള പൊക്കം 3.5 ഇഞ്ച് ഇതിൻ്റെ അടിവശമാണ്. ഇതാണ് ഇതിൻ്റെ സൈഡ് വശം. നമുക്കിനി ഇതിൻ്റെ പ്രൈമറിയിൽ AC ഇൻപുട്ട് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു 2-പിൻ AC കോഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിമീറ്റർ AC റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. 236 വോൾട്ടാണ് ഇൻപുട്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഔട്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. 7.4 വോൾട്ട് ഉണ്ട്. ഏകദേശം നല്ലൊരു വോൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 250 വോൾട്ട് വരുമ്പോൾ 8 വോൾട്ട് എടുത്ത് കാണിക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഡാറ്റ ഷീറ്റ് നോക്കാം. അതായത് ഇതിൻ്റെ കണക്കൊന്ന് നോക്കാം. ഡാറ്റ ഷീറ്റ് നോക്കാം. 16-ൽ 3.5 ഇഞ്ച്, കോർ നമ്പർ 16, ബോബിൻ സൈസ് 1.5 ഇഞ്ച് നീളം ഇൻറ്റു 3.5 ഇഞ്ച് നീളവും, 20 SWG വയർ ഇട്ടിട്ടാണ് നമ്മൾ പ്രൈമറി ചെയ്തിരിക്കുന്നത്. 20x1 അതായത് 20 SWG വെച്ചിട്ട് ഒരു വയർ കൊണ്ടാണ് ചുറ്റിയിരിക്കുന്നത്. ടോട്ടൽ ടേൺസ് 357. നമുക്ക് സെക്കൻഡറിയിലെ ടേൺസ് നോക്കാം. 12 SWG ഇൻറ്റു 3 നമ്പർ 11 ടേൺസ്. ഇതെല്ലാം ഇവിടെ ചുറ്റിയിരിക്കുന്നത്
250 വോൾട്ടിനാണ്. അതായത് പ്രൈമറിയിൽ 250 വോൾട്ട് വേണ്ടിയാണ് ചുറ്റിയിരിക്കുന്നത്. അതായത് സൈൻ വേവ് തിയററ്റിക്കൽ പ്രകാരമാണ്. ഇതിൻ്റെ 10 പെർ വോൾട്ട് അതായത് TPV 357 ഹരണം 250 ഈസ് ഈക്വൽ ടു 1.428 ടേൺസ്. ഒരു വോൾട്ടിന് വേണ്ട ചുറ്റാണിത്. അതായത് 357 ഹരണം 250 357 ഹരണം 250 ഈസ് ഈക്വൽ ടു 1.428 ടേൺസ്. അടുത്തതായിട്ട് വരുന്നത് വോൾട്ട് പെർ ടേൺസ് ആണ്. അതായത് ഒരു ചുറ്റിന് വേണ്ടിയുള്ള വോൾട്ട്. അപ്പോൾ നമുക്കിത് നേരെ തിരിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ വോൾട്ട് പെർ ടേൺസ് കിട്ടും. വോൾട്ട് പെർ ടേൺസ് ആണ് കൂടുതലും നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ 250 ഡിവൈഡഡ് ബൈ 357 ഈസ് ഈക്വൽ ടു 0.70 വോൾട്ട്സ്. 250 ഹരണം 357 0.700 അങ്ങനെ ഡിജിറ്റ് വരുന്നത്. നമുക്ക് അവിടെ 0. അല്ലെങ്കിൽ 0.70 വോൾട്ട് എടുക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വോൾട്ട് വെച്ചിട്ട് ഈ 250 വോൾട്ട് അല്ലെങ്കിൽ 357 ടേൺസിന് 250 വോൾട്ട് വെച്ച് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് 0.70 ഇൻറ്റു 0.70 വോൾട്ടാണത് ഇൻറ്റു 357 ടേൺ ഈസ് ഈക്വൽ ടു 0.70 ഇൻറ്റു 357 ഈസ് ഈക്വൽ ടു 249.9 വോൾട്ടാണ്. അല്ലെങ്കിൽ 250 വോൾട്ട് എന്ന് പറയാം. ഒരു 0.1 പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് റൗണ്ട് ചെയ്ത് പറയുമ്പോൾ 250 വോൾട്ടായി. ഇനി നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ട് കണക്കാക്കാം. 0.70 വോൾട്ട് ഇൻറ്റു 11 ടേൺ ഈസ് ഈക്വൽ ടു 0.70 ഇൻറ്റു 11 7.7 വോൾട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് 6 മുതൽ 8 വോൾട്ട് വരെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7.7 വോൾട്ട്. അപ്പോൾ അത് 250 വോൾട്ടിനെ അപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡറിയിൽ നമ്മൾ 11ൻ്റെ 3 കമ്പി വെച്ചാണ് ചുറ്റിയിരിക്കുന്നത്. അതായത് 3.5 ഇഞ്ച് ട്രാൻസ്ഫോമർ 800 വാട്ട്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 800 വാട്ട്സ് ലോഡ് ചെയ്യാനുള്ള ആംബിയർ ഈ സെക്കൻഡറി ഭാഗത്തെ കമ്പിക്ക് അത്ര ആംബിയർ താങ്ങാവുന്ന വണ്ണം ഉണ്ടായിരിക്കണം. അതാണ് 11ൻ്റെ വയറിട്ടിരിക്കുന്നത്. അതായത് 11ൻ്റെ 3 വയറിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 10 പെർ വോൾട്ടിൻ്റെ കണക്കൊന്ന് നോക്കാം. TPV ഈസ് ഈക്വൽ ടു 357 ഡിവൈഡഡ് ബൈ 250. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 1.428 ടേൺസ് ആണ്. അപ്പോൾ നമ്മളിവിടെ 250 വോൾട്ടിന് കണക്കാക്കേണ്ടത് 1.428 ടേൺസ് ഇൻറ്റു 250 വോൾട്ട് ഈസ് ഈക്വൽ ടു 1.428 ഇൻറ്റു 250 ഈസ് ഈക്വൽ ടു 357 ടേൺസ്. അതേപോലെ തന്നെ 1. ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി. 428 ടേണ് ഇൻറ്റു 7.7 വോൾട്ടാണ്. നമുക്കിവിടെ നോക്കാം. 1.428 ഇൻറ്റു 7.7 വോൾട്ടിന് 10.9956 ഇല്ലെങ്കിൽ 11 ടേൺ. ഒരു പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കത് റൗണ്ട് ചെയ്തിട്ട് 11 ടേൺ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡാറ്റ. ഇനി നമുക്ക് ഇതിൻ്റെ കോറിൻ്റെ അളവുകളൊന്ന് നോക്കാം. ഈ കോറ് 2 കിലോ 900 ഗ്രാം, ഐ കോറ് 1 കിലോ 200 ഗ്രാം, എൽ ക്ലാമ്പ് 4 നമ്പർ 130 ഗ്രാം, സൈക്കിൾ സ്ക്രൂ 4 ഇഞ്ച് വലിപ്പം 8 നമ്പറാണ് 50 ഗ്രാം. ഇനി കോപ്പറാണ് വരുന്നത്. 20 SWG കോപ്പർ 3 കിലോയും 800 ഗ്രാമുമാണ് വേണ്ടത്. 12 SWG കോപ്പർ 450 ഗ്രാം. ഇനി ഈ ട്രാൻസ്ഫോമർ ചുറ്റി ഫൈനലായിട്ട് വരുന്ന വെയിറ്റ് ആണ് ടോട്ടൽ വെയിറ്റ് 7 കിലോ 250 ഗ്രാം. അതായത് 7 കിലോ. ഇതാണ് 16ൽ 3.5 ഇഞ്ചിന് വേണ്ടി വരുന്ന ഡാറ്റ ഷീറ്റ്. അല്ലെങ്കിൽ 3.5 ഇഞ്ചിൻ്റെ ട്രാൻസ്ഫോമർ ചുറ്റുവാനുള്ള കണക്കാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് 1000 VA സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ നിർമ്മിക്കുന്നത്. അതായത് 800 വാട്ട്സ്. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.